പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാവുന്നതുപോലെ വരുന്ന ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പത്രസമ്മേളനത്തിലേക്ക് എല്ലാ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ മീഡിയ സുഹൃത്തുക്കളെ, എല്ലാവരെയും സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുക. ഒരു നിർണായകമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി കേരളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ ഗൗരവപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിനെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇടത് ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തെ വിലയിരുത്തുകയും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിശകലനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. RSSൻ്റെയും BJPയുടെയും ധ്രുവീകരണ വിദ്വേഷ രാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ വളരെ ശക്തമായ സ്വഭാവത്തിൽ കേരളത്തിലവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണം അതിൻ്റെ ഭരണ സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളിലും പ്രചരണങ്ങളിലുമൊക്കെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തെയും സംഘപരിവാറിന് അനുകൂലമായ സാഹചര്യങ്ങളെയുമൊക്കെ സൃഷ്ടിക്കുന്നതിൽ വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ വിലയിരുത്തിയാൽ അവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങൾ, ഇവരൊക്കെ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൗരന്മാർ ആണ് എന്ന പരിഗണന പോലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പിന്നോക്ക ജനവിഭാഗങ്ങൾക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ ഇന്ത്യയിൽ, കേരളത്തിൽ സമ്പൂർണമായി സംഘപരിവാറിൻ്റെ രാഷ്ട്രീയാധികാര പ്രവേശനം തടയുക, വിജയത്തെ പ്രതിരോധിക്കുക എന്നതായിരിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. ഈ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തിയത് പലവിധ തന്ത്രങ്ങളിലൂടെയാണ്. മതനിരപേക്ഷ കക്ഷികളെ പരാജയപ്പെടുത്തിക്കൊണ്ടും ഭിന്നിപ്പിച്ചുകൊണ്ടും വിവിധ കുതന്ത്രങ്ങൾ പയറ്റിയും കൊണ്ടൊക്കെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തിയത്. കേരളത്തിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയാധികാര പ്രവേശം തടയാൻ സാധിച്ചത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളും
നവോത്ഥാന ചരിത്രവും അതിലെല്ലാം ഉപരി പ്രബലമായ മതനിരപേക്ഷ അഭിപ്രായവും കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുന്നണികളുടെ സാന്നിധ്യവുമാണ്. ഇതിനെല്ലാം തകർക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 10 വർഷം LDFൻ്റെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പരിശോധിച്ചാൽ സംഘപരിവാറിൻ്റെ ഈ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വലിയ പിന്തുണ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഭരണ സ്വഭാവത്തിൽ ആ പിന്തുണ കാണാൻ സാധിക്കും. CPM ഉൾപ്പെടെ ഇടതുപക്ഷ LDFൻ്റെ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിലും മറ്റും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിലെ ന്യൂനപക്ഷ ഐക്യം തകർക്കാൻ പല ശ്രമങ്ങളും സംഘപരിവാർ ശക്തികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി പല രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, വഖഫ് നിയമ ഭേദഗതിയെ വളരെ ഭീതിയോടെ അവതരിപ്പിക്കുക, ഒരു മുസ്ലിം ഭീതി, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമം നടത്തുക, ഇതൊക്കെ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പലർക്കും പിന്തുണയും പിൻബലവും നൽകുന്ന രീതിയാണ് LDFൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഭരണപരമായ മാർഗങ്ങളിലൂടെ മാത്രമല്ല, CPMൻ്റെ ക്യാമ്പയിനിലൂടെയും അത്തരമിൽ നിരവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾക്ക് വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷ ചേരിയെ, രണ്ടിലൊരു മതനിരപേക്ഷ ചേരിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വലിയ നീക്കവും RSSൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിലും പല രീതിയിലുള്ള നീക്കുപോക്കുകളും പിന്തുണയുമൊക്കെ LDFന്, CPMന് ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾക്ക് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് മുമ്പും ശേഷമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലഭിച്ച വോട്ടും 2021 വോട്ടും പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി കേരളത്തിലെ നിരവധി BJP നേതാക്കന്മാർ പ്രോത്സാഹിപ്പിക്കുന്നത് ഇടതുഭരണം തുടരണം എന്ന കാഴ്ചപ്പാടാണ്. എന്തിനാ അങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സംഘപരിവാറിൻ്റെ വിദ്വേഷ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം തുടരണമെന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് ആ വർത്തമാനങ്ങൾ കേൾക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ 6ഓളം BJP നേതാക്കന്മാർ പല ഘട്ടങ്ങളിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പ് BJP ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ, RSSൻ്റെ സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായ സ്വഭാവത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ലോക്നാഥ് ബെഹ്റയും രമൺ സി വാസ്തവയുമൊക്കെ പല ഘട്ടങ്ങളിൽ കേരള പോലീസിൻ്റെ തലപ്പത്ത് വന്നതും മറ്റുമൊക്കെ നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ADGP അജിത് കുമാറിൻ്റെ ഇടപെടൽ, തൃശ്ശൂർ BJPയുടെ വിജയം, ഇത്തരം കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ പല രീതിയിൽ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ ഒപ്പുവെച്ച നിലപാടുകളും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിൻ്റെ ഈ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷം സ്വീകരിച്ചത്. പല ഡീലുകളെക്കുറിച്ചും ചർച്ച നടക്കുകയാണ്. നേരത്തെ ഈ ഡീലുകളൊക്കെ ചില കക്ഷികളൊക്കെ നടത്തിയത് അവരുടെ വിജയത്തിനായിരുന്നുവെങ്കിൽ, ഇപ്പോൾ BJPയുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയും പ്രസക്തമല്ലാത്ത സഖ്യകക്ഷികൾക്ക് സീറ്റ് കൊടുത്തുമൊക്കെ BJPയും CPMുമൊക്കെ പരസ്പരം വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരമൊരു ഘട്ടത്തിൽ കേരളം ഒരുമിച്ച് ഈ ഗൗരവപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുകയും
ഇടതുഭരണം തുടർന്നാൽ അത് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, സാമൂഹ്യ ഐക്യത്തെ, സൗഹാർദ്ദാന്തരീക്ഷത്തെ തകർക്കും വിധത്തിലുള്ള സംഘപരിവാറിൻ്റെ ഇടപെടലുകൾക്ക് ശക്തി പകരും എന്നു തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് ഭരണം അവസാനിപ്പിക്കാൻ കഴിയും വിധമുള്ള രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുവാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനും വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ BJPയുടെ ജയസാധ്യതകൾ ശക്തമായ മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചാൽ 2ാം സ്ഥാനത്തും മറ്റും എത്തിയ ചില മണ്ഡലങ്ങളുണ്ട്. സൂക്ഷ്മമായി പഠനം നടത്തിയായിരിക്കും അത്തരം മണ്ഡലങ്ങളിൽ അന്തിമമായ നിലപാടെടുക്കുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കേരളത്തിലെ സിവിൽ പൊളിറ്റിക്സിനെ, ജനകീയ സമരങ്ങളെയൊക്കെ അവഗണിച്ച ഒരു ഗവൺമെൻറ്റാണ് കടന്നുപോയത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളയിൽ സമരത്തോട്, ആശാവർക്കർമാരുടെ സമരത്തോട് മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. യുവാക്കളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തും വിധം പിൻവാതിൽ നിയമനങ്ങൾ വലിയ അളവിൽ വർദ്ധിച്ച 10 വർഷമായിരുന്നു കഴിഞ്ഞുപോയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഏകാധിപത്യ ഭരണ രീതിയിലേക്ക് കേരളം സഞ്ചരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ, സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളം കേരളമായി നിലകൊള്ളണമെന്ന കൃത്യമായ കാഴ്ചപ്പാട് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ നയം വെൽഫെയർ പാർട്ടി രൂപപ്പെടുത്തിയത്. സംഘപരിവാറിന് കാലുവെക്കാൻ കേരളത്തിൽ ഇടം കൊടുക്കരുത്. അങ്ങനെയുള്ള ഒരു നില വന്നാൽ അപകടകരമായ രീതിയായിരിക്കും ഈ കേരള സംസ്ഥാനത്തും ഉണ്ടാകുക. വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ എന്നും കരുത്തോടെ നിലകൊണ്ടതാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് നമുക്കറിയാം. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ അതിശക്തമായി നിലകൊണ്ട പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കരുത്തുറ്റ മുന്നേറ്റം കേരളം നടത്തിയത്. നവോത്ഥാന പാരമ്പര്യങ്ങളും സഹവർത്തിത്വത്തിൻ്റെ മൂല്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരായ പ്രതിരോധത്തിൽ ശക്തമായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിലെത്താനും വിജയമുറപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കുക എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഊന്നൽ. ആ സ്വഭാവത്തിലുള്ള നിലപാട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു വിജയം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ പൈതൃകത്തെയും സാമൂഹ്യ സഹവർത്തിത്വ അന്തരീക്ഷത്തെയും തകർക്കാനുള്ള RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ശ്രമങ്ങൾ വിജയിക്കും എന്നു തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.